ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പൊന്നോണത്തെ പൊടിപൂരമാക്കാൻ ഇത്തവണ കുടുംബശ്രീയും 10,000-ലധികം പേർ അണിനിരക്കുന്ന ഭീമൻ പൂക്കളമാണ് കുടുംബശ്രീ ഒരുക്കുന്നത്. നാട്ടിൻ കൂട്ടായ്മയുടെ ചരിത്ര പൂക്കളം എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹപാലിക 2016 കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും കൈകോർക്കുന്നത്. വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. അമ്പലങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് അധികാരമില്ലെന്നും ദേവസ്വം ബോർഡിനാണ് പൂർണ്ണ അധികാരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കേരളത്തിലെ RSS ശാഖകളെ പാർട്ടി ശക്തിപ്പെടുത്തുമെന്നും കുമ്മനം. സംസ്ഥാന സർക്കാരിന്റേത് അധികാര ദുർവിനിയോഗമാണെന്നും കേന്ദ്ര സർക്കാർ വർഗീയ പ്രശ്നങ്ങൾ ഇളക്കിവിടാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർഗീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നവരാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. INTUC ജില്ലാ ഭാരവാഹികളുടെ നേതൃപഠന ക്യാമ്പിന് തുടക്കം. വാർത്തകൾ വിശദമായി. അമ്പലങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് അധികാരമില്ലെന്നും ദേവസ്വം ബോർഡിനാണ് അതിന് അധികാരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കേരളത്തിലെ RSS ശാഖ ശക്തിപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി K കേളപ്പന്റെ നടക്കാവിലുള്ള പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് അധികാരമില്ലെന്നും മറിച്ച് ദേവസ്വം ബോർഡിനാണ് അതിന് അധികാരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കോഴിക്കോട് നടക്കാവിലെ കേരള ഗാന്ധി K കേളപ്പന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അനുവാദമില്ലാതെ നിയമവിരുദ്ധമായി ഒരു RSS പ്രവർത്തനവും ഒരിടത്തും നടക്കുന്നില്ല. വളരെ വ്യക്തമാണ്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രിയോട് പറയുന്നത്. എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ എന്താണ് അധികാരം? ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം, ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഒരു മന്ത്രിക്ക് അഭിപ്രായം പറയാൻ സാധ്യമല്ല. അദ്ദേഹം മതേതര സർക്കാരിന്റെ പ്രതിനിധിയാണ്. ദേവസ്വം ബോർഡിനാണ് ഉടമസ്ഥാവകാശം. ആ ദേവസ്വം ബോർഡ് പറയട്ടെ. ആ ദേവസ്വം ബോർഡിന് പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൈയടത്തുന്നത് എന്തിനാണ്? കൂടാതെ കേരളത്തിലെ RSS ശാഖ ശക്തിപ്പെട്ടു വരികയാണെന്നും ജാതിയില്ല എന്ന് പറഞ്ഞ് അധികാരമേറ്റ മന്ത്രിമാർ സംവരണ സീറ്റുകളിൽ നിന്നും രാജിവെക്കണമെന്നും കുമ്മനം പറഞ്ഞു. കേരളത്തിലെ ശാഖകളുടെ പ്രവർത്തനം ശക്തമാണ്. ഇനിയും അത് ശക്തമാവുക തന്നെ ചെയ്യും. നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ RSSന്റെ ശാഖകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെങ്കൊടി വെറും പഴംതുണിയാണെന്നല്ലേ CPMന്റെ നേതാവ് പറയുന്നത്. പട്ടികജാതി വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജാതീയ അവശതകളുടെ പേരിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണം എന്നാണ് ജാതിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ ആ സ്ഥാനത്തുനിന്ന് 14 പേരും രാജിവെച്ചു പോകണം. കേരളത്തിൽ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ K കേളപ്പന് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെ മഹിളാ മോർച്ച പ്രവർത്തകരും മറ്റു ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റേത് അധികാര ദുർവിനിയോഗമാണെന്നും രാഷ്ട്രീയമായി പോലീസിനെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇതേസമയം വൻ വ്യവസായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വർഗീയ പ്രശ്നങ്ങൾ ഇളക്കിവിടാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് UDF രംഗത്തെത്തിയത്. സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിലക്കയറ്റം, പുതിയ നയങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നയങ്ങളുമായാണ് ഭരണം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റേത് അധികാര ദുർവിനിയോഗമാണ്. രാഷ്ട്രീയമായി പോലീസിനെ നിയന്ത്രിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് പല കേസിനും തുമ്പില്ലാതാകുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വൻ വ്യവസായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതെന്നും വർഗീയ പ്രശ്നങ്ങൾ ഇളക്കിവിട്ട് ജാതി വേർതിരിവ് സൃഷ്ടിക്കുകയാണ് ഇവരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
അതുപോലെ പല സ്ഥലങ്ങളിലും ഇവരുടെ ലക്ഷണം കാണുന്നത് മുഷ്കും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗവും പോലീസിനെ പൊളിറ്റിക്കലായിട്ട് നിയന്ത്രിക്കലും ഒക്കെയാണ് കാണുന്നത്. എന്നാൽ ജില്ലയിലെ മന്ത്രിമാർ അജഗണസ്ഥരാണെന്ന് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡിസിസി പ്രസിഡന്റ് കെ.സി. അബു ആരോപണം ഉന്നയിച്ചു. ഒരു ഗുണവുമില്ലാതെ ഒന്നിനും കൊള്ളാത്തവരാണ് മന്ത്രിമാരെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മന്ത്രിമാർ പോലും പോയില്ല. ഈ ജില്ലയിലെ മന്ത്രിമാരിങ്ങനെ നിരുത്തരപരമായി പെരുമാറിയത് കൊണ്ടാണ് ഞാനൊരു യോഗത്തിൽ അവരെ കുറിച്ച് പറഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിലെ മന്ത്രിമാർ അജഗണസ്ഥനം പോലെയാണ്. നാദാപുരത്തെ അസ്ലമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പറയുമ്പോഴും ഇതുവരെ നടപടിയായില്ലെന്നും ഷിബിൻ വധക്കേസ് കാര്യക്ഷമമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ വായടച്ചിരിപ്പാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എം.കെ. രാഘവൻ എം.പി, എംഎൽഎമാരായ ഡോക്ടർ എം.കെ. മുനീർ, പാറക്കൽ അബ്ദുള്ള, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു, മായിൻ ഹാജി, അഡ്വക്കേറ്റ് പി. ശങ്കരൻ, മോയിൻകുട്ടി, മുൻ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ടി. സിദ്ദിഖ്, കെ.പി. അനിൽകുമാർ, കെ.പി. രാജൻ തുടങ്ങിയവരും ധർണയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർഗീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നവരാണെന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു കോഴിക്കോട് നടന്ന INTUC നേതൃപഠന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ INTUC ഭാരവാഹികൾക്കാണ് ഏകദിന നേതൃപഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മലാപ്പറമ്പ് SRC ക്രൈസ്റ്റ് ഹാളിൽ നടന്ന ഉത്തരമേഖലാ നേതൃസംഗമം പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർഗീയമായ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നവരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ INTUC അത്തരത്തിലുള്ള പ്രസ്ഥാനമല്ല. ഇതിന്റെ വളർച്ച വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈദ്ധാന്തികമായെങ്കിലും അവർ വർഗ താൽപര്യത്തിന് വഴങ്ങുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. പക്ഷേ നിങ്ങളും ഞാനും കൂറുപുലർത്തുന്ന രാഷ്ട്രീയ സംവിധാനം അങ്ങനെയല്ല. അങ്ങനെയല്ലാതാകുന്നതിന് നിരവധി രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സാമൂഹ്യമായ പശ്ചാത്തലങ്ങളുണ്ട്. രാഷ്ട്രീയവും സാമൂഹ്യവുമായ പശ്ചാത്തലത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിനെ നാം കാണുമ്പോൾ അതിന്റെ മഹത്തരമായ ചിന്തകളെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ നമ്മൾ അതിനെ ഏത് രൂപത്തിലാണ് നിർവചിക്കേണ്ടത് എന്നത് വളരെ ഗൌരവമുള്ള ഒരു സംഗതിയാണ്. INTUC സംസ്ഥാന നേതാവ് ആർ. ചന്ദ്രശേഖരൻ, വൈസ് പ്രസിഡന്റ് കെ.സി. രാമചന്ദ്രൻ, AICC അംഗം പി.വി. ഗംഗാധരൻ, INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം. രാജൻ, മുൻ MP സി. ഹരിദാസ് തുടങ്ങിയവരും നേതൃപഠന ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദളിതരെ ഉന്മൂലനം ചെയ്യുന്ന നയവുമായാണ് RSS മുന്നോട്ടു പോകുന്നതെന്ന് ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. ദിവാകരൻ. ദളിത് പീഡനങ്ങൾക്കെതിരെ ജനതാദൾ എസ് ആദായനികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന ദളിത് പീഡനത്തിനെതിരെയാണ് ജനതാദൾ എസ് പ്രതിഷേധ ധർണ നടത്തിയത്. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ദളിതരെ ഉന്മൂലനം ചെയ്യുന്ന നയവുമായാണ് RSS മുന്നോട്ടു പോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പോലും ഒരു ദളിതനായതുകൊണ്ട് മാത്രം അവഗണന ലഭിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ദളിതരെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉന്നത സാംസ്കാരിക നിലവാരം പുലർത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിതർ എന്ന പേരിൽ നിരവധി പേരെ അവഹേളിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഇ. പി. ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗണേശൻ കാക്കൂർ, കെ. ലോഹിയ, സി. മുഹസിൻ, അഹമ്മദ് മാസ്റ്റർ, ഹുസൈൻകുട്ടി, നാണു മാസ്റ്റർ തുടങ്ങിയവരും ധർണയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP ദേശീയ കൌൺസിൽ ചരിത്ര സംഭവമാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ദേശീയ കൌൺസിൽ യോഗത്തിന്റെ പ്രധാന വേദിയുടെ ഭൂമി പൂജ, പന്തൽ, കാൽനാട്ട് കർമ്മങ്ങളിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. BJP ദേശീയ കൌൺസിൽ യോഗം നടക്കുന്ന കോഴിക്കോട് സ്വപ്നനഗരിയുടെ ഭൂമി പൂജയും പന്തലിനുള്ള കാൽനാട്ട് കർമ്മവും ചൊവ്വാഴ്ച രാവിലെ നടന്നു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, കേരളത്തിന്റെ ചുമതലയുള്ള അഖിലേന്ത്യാ സെക്രട്ടറി H. രാജ, നളിൻകുമാർ കട്ടീൽ MP, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, K. സുരേന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. BJP ദേശീയ കൌൺസിൽ ചരിത്ര സംഭവമാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു.
മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രപ്രസിദ്ധമായ ഒരു മഹാസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഭൂമിയിലാണ്. ഇതൊരു ചരിത്രഭൂമിയായി മാറുകയാണ്. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി വിപുലമായ സ്വാഗത സംഘം രൂപീകരിക്കുന്നുണ്ട്. സ്വാഗത സംഘ രൂപീകരണ യോഗം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ ചേരും. സമ്മേളന നടത്തിപ്പിനായുള്ള ചെലവ് കണ്ടെത്താൻ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ഫണ്ട് സമാഹരിക്കും. ഇതിനായി 140 നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് ഉപരിപ്രവർത്തകരുടെ സമ്മേളനം സെപ്റ്റംബർ 1 നടക്കും. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ, തൃശൂരിൽ CK പത്മനാഭൻ, കോഴിക്കോട് PS ശ്രീധരൻപിള്ള, PK കൃഷ്ണദാസ്, കണ്ണൂരിൽ V മുരളീധരൻ, നളിൻകുമാർ കട്ടീൽ തുടങ്ങിയവർ നേതാക്കൾ സംബന്ധിക്കും. ദേശീയ കൌൺസിൽ യോഗം സംസ്ഥാനത്തെ വൈചാരിക മുന്നേറ്റത്തിനുള്ള അവസരമായി മാറുമെന്നും ഇതിനായി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സെപ്റ്റംബർ 5 മുതൽ 11 വരെ BJP പ്രവർത്തകർ സമ്പർക്കം നടത്തും. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിന്റെ വാർഷിക ദിനമായ സെപ്റ്റംബർ 11 പതാക ദിനമായി ആചരിക്കുമെന്നും സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ്ദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. വാർത്തകൾ തുടരുന്നു. ഇന്ന് ഏറ്റവും ആവശ്യമായത് മതസൗഹാർദ്ദമാണെന്ന് പൊതുപ്രവർത്തകൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. ഭാവി തലമുറയെ ഇരുട്ടിലേക്ക് നയിക്കുന്ന പ്രവർത്തികളിൽ നിന്നും പിന്തിരിയാൻ യുവാക്കളെ ബോധവാന്മാരാക്കാനായി മതസൗഹാർദ്ദ റാലി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 1-ാം തീയതി ഒരു മതസൗഹാർദ്ദ റാലി കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയാണ്. അത് സെപ്റ്റംബർ 30 തിരുവനന്തപുരത്ത് അവസാനിക്കും. അതോടൊപ്പം തന്നെ ഈ മാസം, ഈ ചിങ്ങമാസം ഒരു മതസൗഹാർദ്ദ മാസമായി ആചരിക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. റാലിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 1 രാവിലെ 10 മണിക്ക് കിഡ്സ് ആൻഡ് കോർണറിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. മതസൗഹാർദ്ദ സമിതിയുടെ പതാക ജില്ലാ കളക്ടർ N പ്രശാന്ത്, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ IPSന് കൈമാറും. MP വീരേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മതസൗഹാർദ്ദ സമിതി വാഹനത്തിന്റെ താക്കോൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ജനറൽ സെക്രട്ടറി സണ്ണി ജോസഫിന് കൈമാറും. സമിതിയുടെ പ്രസിദ്ധീകരണമായ നവപ്രകാശത്തിന്റെ പ്രകാശനം KF ജോർജ് നിർവഹിക്കും. സമിതിയുടെ CD പ്രകാശനം MV കുഞ്ഞാമു ഡോക്ടർ ഷീലയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും. ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിക്കും. വിദ്യാർത്ഥികളിലും യുവാക്കളിലും മതസൗഹാർദ്ദ ബോധവും ചിന്തയും വളർത്തുന്നതിന് സംസ്ഥാനമൊട്ടാകെ ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുക, മതസൗഹാർദ്ദ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വിവിധ മതങ്ങളുടെ ആഘോഷങ്ങൾ കൂട്ടായ്മയോടെ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് മതസൗഹാർദ്ദ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി, PN ശാന്തകുമാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണത്തെ ആസ്പദമാക്കി ചിത്രകാരൻ മനു കള്ളിക്കാട് വരച്ച മൺചായ ചിത്രങ്ങളുടെ പ്രദർശനം വാരായണം ശ്രദ്ധേയമാകുന്നു. പ്രകൃതിയെയും സംസ്കാരത്തെയും കാത്തുവെച്ച് മണ്ണിലൂടെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന വ്യത്യസ്തമായ 40 ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിക്കുന്നത്. രാമായണ കഥ പറഞ്ഞ് മണ്ണിന്റെ മടിയിലൂടെ മൺചായ ചിത്രങ്ങളുടെ പ്രദർശനമായ വാരായണത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. മനു കള്ളിക്കാടാണ് മൺചായ ചിത്രങ്ങൾ വരച്ചത്. സീതയുടെയും രാമന്റെയും ജനനം മുതൽ സീത ഭൂമി പിളർന്നു പോകുന്നതുവരെയാണ് ക്യാൻവാസിൽ ഒരുക്കിയിട്ടുള്ളത്. സീതയെ വരിക്കുന്ന രാമനും വനവാസവുമെല്ലാം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി പാടങ്ങളാക്കുകയും പാടങ്ങൾ നിരത്തുകയും ചെയ്യുന്നു. ഇതിനെതിരെ ഈ മുനിയുടെ വാക്കുകൾ അരുത് കാട്ടാള എന്നുള്ള മാനുഷാദ എന്നുള്ള വാക്ക്
ഈ മണ്ണിലൂടെ വരച്ചുകൊണ്ട് പുതിയ കാട്ടാളന്മാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടെ ഞാൻ ഈ അവസരം ഈ മണ്ണുകൊണ്ടുള്ള മാനിന്റെ പുറകെ പായുന്ന രാമനും ശൂർപ്പണഖയുടെ രോദനവുമെല്ലാം മണ്ണിന്റെ നിറത്തിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. അശോകവൃക്ഷ ചുവട്ടിലെ സീത, ഹനുമാന്റെ ലങ്കാദഹനം, സേതുബന്ധനത്തിനൊരുങ്ങുന്ന ശ്രീരാമനും മൃതസഞ്ജീവനിയുമായി പറക്കുന്ന ഹനുമാനുമൊക്കെ ചിത്രങ്ങളായി ഇതിൽ വിരിയുന്നു. ഭൂമി പിളർന്ന് സീത മറയുന്ന ചിത്രത്തോടെ പ്രദർശനം അവസാനിക്കുന്നു. 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ബാങ്ക്മൻസ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 31 പ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശുദ്ധഭക്ഷണം എന്ന ലക്ഷ്യത്തോടെ ജൈവ കൃഷിയിൽ കഴിഞ്ഞ 5 വർഷമായി സജീവ പ്രവർത്തനം നടത്തുന്ന ഗ്രീൻ വ്യൂ ജൈവ കർഷക കൂട്ടായ്മ സഹകരണ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സെപ്റ്റംബർ 1 തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ തുടക്കം കുറിക്കും. നഗരത്തിലെ എല്ലാ വീടുകളും പച്ചക്കറി കൃഷിയുടെ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ജൈവ ഭവനം പദ്ധതി, ഇതിന്റെ പരിപാലനത്തിനായി കാർഷിക രംഗത്തെ വിദഗ്ധ പരിശീലനം നേടിയ ഗ്രീൻ സേന അംഗങ്ങളുടെ സേവനം, ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനായുള്ള പച്ചക്കുട പദ്ധതി, ജൈവ കൃഷിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനായുള്ള പച്ചപ്പെട്ടി സമ്പാദ്യ പദ്ധതി എന്നിവ സേവ് ഗ്രീൻ സൊസൈറ്റിയുടെ നൂതന ആശയങ്ങളാണ്. കാർഷികേതര വായ്പകൾ, ബിസിനസ് വായ്പ, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കുള്ള വായ്പകൾ, വാഹന വായ്പ, ഗൃഹോപകരണ വായ്പ, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയ്ക്കുള്ള വായ്പകൾ, വീട് റിപ്പയർ വായ്പ, ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കീം വായ്പകൾ, നിക്ഷേപ സെക്യൂരിറ്റി വായ്പകൾ തുടങ്ങി ആകർഷകമായ പലിശ അടങ്ങിയ വിവിധതരം വായ്പകളും നിക്ഷേപ പദ്ധതികളും സൊസൈറ്റി അംഗങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ റജുൽ കുമാർ പറഞ്ഞു. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 1 രാവിലെ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിക്കും. എ പ്രദീപ് കുമാർ MLA, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, മുൻ മേയർ M ഭാസ്കരൻ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KC അബു, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുത്തക കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് UDF ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ കോൺഗ്രസ് സേവാദൾ ബേപ്പൂർ നിയോജക മണ്ഡലം സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സേവാദൾ ബേപ്പൂർ നിയോജക മണ്ഡലം സ്പെഷ്യൽ കൺവെൻഷൻ ചെറുവണ്ണൂരിൽ നടന്നു. UDF ജില്ലാ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കുത്തക കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പെട്രോൾ ആയാലും പാചക ഗ്യാസ് ആണെങ്കിലും അതിനൊക്കെ ഉണ്ടായിരുന്ന വില അതിന്റെ 3-1 വിലയായിട്ട് കുറഞ്ഞപ്പോഴും നമ്മൾ അന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണെന്ന് ഇപ്പോൾ ഇതൊക്കെ ലഭ്യമാകുന്നത്. ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളും ജാതിമത രാഷ്ട്രീയ തീവ്രവാദവും മൂലം രാജ്യം വെല്ലുവിളി നേരിടുകയാണ്. കോൺഗ്രസിന്റെ പ്രസക്തി ഏറിയ ഈ അവസരത്തിൽ കോൺഗ്രസ് സേവാദൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് സേവാദൾ ബേപ്പൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ചീഫ് ഓർഗനൈസർ K ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആദം മുൽസി MP, ഫറോക്ക് മുനിസിപ്പൽ ചെയർമാൻ V മുഹമ്മദ് ഹസൻ, DCC സെക്രട്ടറിമാരായ തസ്വീർ ഹസൻ, K സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ TP ശശി, K രാജൻ, N രത്നകുമാർ, K ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. സ്വരൂപ് ശിവപുരി, K ശശികല, P മുഹമ്മദ് റിയാസ്, PM ഷാനവാസ്, പള്ളിയാളി മോഹനൻ, സുബൈർ കളത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കാലിക്കറ്റ് സർവകലാശാല EMS ചെയറിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയതയും ബഹുസംസ്കാരവും ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 6 കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച EMSന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ ചെയർ ഫോർ മാക്സിയൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ദേശീയതയും ബഹുസംസ്കാരവും എന്ന വിഷയത്തിൽ 2 ദിവസത്തെ സെമിനാർ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6-7 തീയതികളിൽ നടക്കുന്ന സെമിനാറിൽ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിക്കുന്ന ഗൌരവമായ അന്വേഷണങ്ങളും അപഗ്രഥനങ്ങളും അവതരിപ്പിക്കപ്പെടും. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. ചിന്തകനും എഴുത്തുകാരനും IIT ഖരഗ്പൂർ പ്രൊഫസറുമായ ആനന്ദ് തെൽത്തുംഡെ മുഖ്യ പ്രഭാഷണം നടത്തും. ടീറ്റ സത്യൽവാദ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രൊഫസർ V രാജഗോപാൽ, P അശോകൻ, ഡോക്ടർ RK പോക്കർ എന്നിവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി.
അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും കേരള ഖാദി സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഖാദി ഓണം ബക്രീദ് മേള 2016 സമ്മാന പദ്ധതി നറുക്കെടുപ്പ് ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. നറുക്കെടുപ്പ് ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിച്ചു. കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ആരംഭിച്ച ഓണം ബക്രീദ് ഖാദി എക്സ്പോയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 13 ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകളാണ് ഇത്തവണ മേളയിലുള്ളത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സിൽക്ക് സാരികൾ, കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാർ ബിറ്റുകൾ, ഷർട്ട് പീസുകൾ, റെഡിമെയ്ഡുകൾ എന്നിവയെല്ലാം തന്നെ എക്സ്പോയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ സിൽക്ക് സാരികളുടെ കൌണ്ടറിലാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. ജൂട്ട്, ടസർ, ഡുബിൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള സിൽക്ക് സാരികളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത്. 3000 മുതൽ 8000 രൂപ വരെയാണ് ഇവയ്ക്ക് വില. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും കേരള ഖാദി സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടക്കുന്ന ഖാദി ഓണം ബക്രീദ് മേള 2016 സമ്മാന പദ്ധതിയുടെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വെച്ച് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിച്ചു. ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ ആഘോഷങ്ങളിലൂടെ നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായി കൊണ്ടുതന്നെ ഒരു വരുമാനം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങളിലൂടെയാണ് നമുക്ക് കഴിയുന്നത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് പ്രൊജക്ട് ഓഫീസർ KP ദിനേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. KGNA സംസ്ഥാന പ്രസിഡന്റ് P ഉഷാദേവി, പ്രതീക്ഷ ഓർഗനൈസേഷൻ ഫോർ ക്യാൻസർ പേഷ്യന്റ് രക്ഷാധികാരി ഡോക്ടർ മിനി വാര്യർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി M പരമേശ്വരൻ, ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ MK ശ്യാംപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ലെതർ ഉൽപ്പന്നങ്ങൾക്ക് 20% കിഴിവും ഫർണിച്ചർ, കരകൌശല വസ്തുക്കൾക്ക് 10% കിഴിവും മേളയിലൂടെ ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണാണ് ലഭിക്കുന്നത്. ഒന്നാം സമ്മാനമായി 25 പവൻ സ്വർണ്ണ നാണയവും, രണ്ടാം സമ്മാനമായി 2 പവൻ വീതം 3 പേർക്കും, മൂന്നാം സമ്മാനം 1 പവൻ വീതം 14 പേർക്കും, കൂടാതെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും സമ്മാനമായി നൽകുന്നുണ്ട്. മേള 13 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1972 ഡയറക്ട് പേയ്മെന്റ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധ വ്യവസ്ഥ റദ്ദു ചെയ്യണമെന്ന് എയ്ഡഡ് മേഖലാ സംവരണ പ്രക്ഷോഭ സമിതി. എയ്ഡഡ് കോളേജ് അധ്യാപക നിയമനത്തിലുള്ള സംവരണത്തിൽ സാമൂഹിക നീതിയും അവസര സമത്വവും ഉറപ്പാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എയ്ഡഡ് കോളേജ് അധ്യാപക, അനധ്യാപക നിയമനങ്ങളിൽ സംവരണം നടപ്പാക്കാനുള്ള ഇടതു സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും സംവരണം നടപ്പാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന മാനദണ്ഡം പ്രതിഷേധാർഹവും സാമൂഹിക നീതി പുനഃസ്ഥാപിക്കുന്നതിന് പര്യാപ്തമല്ല എന്നും എയ്ഡഡ് മേഖലാ സംവരണ പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ മേഖലയിൽ സംവരണീയ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങൾക്ക് അവിടെ സാമൂഹ്യ നീതി പുലരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായ റിസർവേഷൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കൺവീനർ രവീന്ദ്രൻ OP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബശ്രീയുടെ സ്നേഹപാലിക 2016 ഓണപ്പൂക്കള മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ ഓണാഘോഷത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 10 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സ്നേഹപാലിക 2016 ഓണപ്പൂക്കള മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരി നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷം വഹിച്ചു. വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, കൌൺസിലർ P കിഷൻചന്ദ്, കോർഡിനേറ്റർ R ജയന്ത്കുമാർ, CDS ചെയർപേഴ്സൺമാരായ പ്രമീള ദേവദാസ്, K ബീന, AT അബ്ദുള്ളക്കോയ, MV റംസി ഇസ്മായിൽ, PP ഷീജ എന്നിവർ സംസാരിച്ചു. നാട്ടിൻ കൂട്ടായ്മയുടെ ചരിത്രപൂക്കളം എന്ന ലക്ഷ്യവുമായി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീക്ക് കീഴിലെ 10,000-ൽ പരം മത്സരാർത്ഥികളും ഒന്നിച്ചണിനിരന്നൊരുക്കുന്ന പൂക്കളങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ പൂക്കളമായി മാറും. ഓരോ അയൽക്കൂട്ടങ്ങളിലെയും 5 വീതം അംഗങ്ങൾ ചേർന്നാണ് ഓരോ പൂക്കളങ്ങളും ഒരുക്കുക. 1, 2, 3 സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഗോൾഡ് മെഡലും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാർഡ് ADS മുഖാന്തരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ സെപ്റ്റംബർ 3 അവസാനിക്കും. വിശദ വിവരങ്ങൾക്ക് കോർപ്പറേഷൻ കുടുംബശ്രീ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ജനറൽ കൺവീനർ MV റംസി ഇസ്മായിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാരക്കേസിൽ പ്രതികളായവരും അന്വേഷിച്ചവരും നല്ല രീതിയിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അപകടം പറ്റിയത് K കരുണാകരന് മാത്രമാണെന്ന് K മുരളീധരൻ MLA. അട്ടിമറിക്കപ്പെട്ട ചാരക്കേസ് എന്ന പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരള ചരിത്രത്തിൽ തന്നെ കോലിളക്കം സൃഷ്ടിച്ച ISRO ചാരക്കേസിനെ അടിസ്ഥാനമാക്കി മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ രാജൻ ചെറുകാട് എഴുതിയ അട്ടിമറിക്കപ്പെട്ട ചാരക്കേസിൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് ടൌൺ ഹാളിൽ വെച്ച് നടന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിൽ മുൻ അധ്യക്ഷൻ ഡോക്ടർ MGS നാരായണൻ, KPCC മുൻ അധ്യക്ഷൻ K മുരളീധരൻ MLAക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച കേസ് പിന്നീട് CBI അന്വേഷിക്കുകയും കള്ളക്കേസാണെന്ന CBI റിപ്പോർട്ട് സ്വീകരിച്ച മജിസ്ട്രേറ്റ് പ്രതികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചാരക്കേസ് കള്ളക്കേസല്ലെന്നും CBI അട്ടിമറിച്ചതാണെന്നും അട്ടിമറിക്കപ്പെട്ട ചാരക്കേസ് എന്ന പുസ്തകം സ്ഥാപിക്കുന്നു. ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് കൺവീനർ CR നീലകണ്ഠൻ പുസ്തകം പരിചയപ്പെടുത്തി. MLA A പ്രദീപ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോയ് കൈതാരത്ത് സ്വാഗതം പറഞ്ഞു. മുൻ മന്ത്രി P ശങ്കരൻ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്, കോഴിക്കോട് പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, K സുരേന്ദ്രൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ജില്ലാ ടീം അംഗങ്ങൾക്ക് ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷൻ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ നടന്ന 45ാമത് സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയ ജില്ലാ ടീമിന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ വിജയികൾക്ക് ട്രോഫിയും മെഡലും നൽകി. സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷൻ പ്രസിഡന്റ് മാട്ടുമ്മൽ ഹാഷിം അധ്യക്ഷം വഹിച്ചു. KJ മത്തായി, TM അബ്ദുറഹിമാൻ, K രാംദാസ്, A മൂസ ഹാജി, PK കബീർ, N പത്മനാഭൻ, P ഷെഫീഖ്, ഹുമയൂൺ കബീർ, സോണി തോമസ്, T ശശിധരൻ, K നബീൽ, O രാജഗോപാൽ, VM മോഹനൻ, ജില്ലാ സെക്രട്ടറി P നിതിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോയ കാലത്തിന്റെ ജീർണതകൾക്കെതിരായ സമര പ്രതിഷേധ രൂപങ്ങളും നായകരെയും അണിനിരത്തി ബേപ്പൂരിൽ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നവോത്ഥാന ഘോഷയാത്ര നടത്തിയത്. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. പോയ കാലത്തിന്റെ ജീർണതകൾക്കെതിരെ സമര പ്രതിഷേധ രൂപങ്ങളും നായകരും അവതരിപ്പിക്കപ്പെട്ടു. സവർണ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അയ്യങ്കാളി നയിച്ച വില്ലുവണ്ടിയും സംഘപരിവാർ സമീപകാലത്ത് നടത്തുന്ന ദളിത് പീഡനവുമെല്ലാം നിശ്ചല ദൃശ്യങ്ങളുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, P കൃഷ്ണപിള്ള, AKG, EMS, K കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ തുടങ്ങി നവോത്ഥാന പോരാളികളുടെ ഛായാചിത്രങ്ങളുമേന്തിയായിരുന്നു പരിപാടി. പശുവിന്റെ പേരിലുള്ള RSSന്റെ മതഭ്രാന്ത് തുറന്നുകാട്ടുന്ന നിശ്ചല ദൃശ്യങ്ങളും ശ്രദ്ധേയമായി. വാദ്യഘോഷത്തിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു. വർണ്ണ ബലൂണുകളും മുത്തുക്കുടകളുമേന്തി നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും അണിചേർന്നു. ഞായറാഴ്ച നഗരത്തിൽ 45 കേന്ദ്രങ്ങളിലാണ് നവോത്ഥാന ഘോഷയാത്ര അരങ്ങേറിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് അധികാരമില്ലെന്നും ദേവസ്വം ബോർഡിനാണ് പൂർണ്ണ അധികാരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കേരളത്തിലെ RSS ശാഖകളെ പാർട്ടി ശക്തിപ്പെടുത്തുമെന്നും കുമ്മനം. സംസ്ഥാന സർക്കാരിന്റേത് അധികാര ദുർവിനിയോഗമാണെന്നും കേന്ദ്ര സർക്കാർ വർഗീയ പ്രശ്നങ്ങൾ ഇളക്കിവിടാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർഗീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നവരാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. INTUC ജില്ലാ ഭാരവാഹികളുടെ നേതൃപഠന ക്യാമ്പിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.